ഒരു ഗെയിം കുറേ സമയം കാത്തു നിന്ന് ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞ് കളിക്കാനിരുന്ന ഒരു 15 മിനിറ്റ് പോലും കളിക്കാണ്ട് ഗെയിം ക്ലോസ് ചെയ്യുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടോ? നിങ്ങളിങ്ങനെ ചെയ്യാൻ കാരണം ഗെയിം ബോറിംഗ് ആയതുകൊണ്ട് തന്നെയാണോ? പണ്ട് നമ്മൾ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് കളിച്ച പല ഗെയിംസും ഇപ്പോൾ പലർക്കും 10 മിനിറ്റ് പോലും ഇരുന്ന് കളിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? കൊജിമയുടെ ഡെത്ത് സ്ട്രാൻഡിങ് പേഴ്സണലി എനിക്കൊരു മിറാക്കിളായിട്ടാണ് തോന്നാറ്. കാരണം ഒരു ഭാഗത്ത് ആ ഗെയിം ബോറിംഗ് ആണ്, വാക്കിംഗ് സിമുലേറ്റർ ആണ്, ഇരുന്നൊരു 5-10 മിനിറ്റ് പോലും കളിക്കാൻ പറ്റില്ല, അത്രയും സ്ലോ ആയിട്ട് ആ ഗെയിമില്ല എന്ന് പറയുന്നവരുണ്ട്. അതേപോലെ വേറൊരു ഭാഗത്ത് ഇതാണ് ശരിക്കുള്ള ഗെയിം, ഇതൊരു മാസ്റ്റർ പീസാണെന്ന് പറയുന്ന രീതിയിലും ഉണ്ട്. ഇതിൽ കുറേ പേർക്ക് ഗെയിം ശരിക്കും ബോറിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടായിരിക്കും ഗെയിം സ്ലോ ആണ്, ബോറിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ടാവുക. അവരൊരു പേഴ്സണൽ സ്റ്റൈലിനോ അല്ലെങ്കിൽ അവരൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആ രീതിയിൽ അത് വെക്കാം. പക്ഷേ ഈ ഗെയിം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ വലിയൊരു ശതമാനം ആൾക്കാർക്ക് ആ ഗെയിമിൽ ഫോക്കസ് ചെയ്ത് ഇരുന്ന് കളിക്കാൻ പറ്റാത്ത പ്രശ്നം കാരണമായിരിക്കും അത് നിർത്തിയിട്ടുണ്ടാവുക. അസാസിൻസ് ക്രീഡ് പഴയ ഗെയിംസ്, അതായത് അസാസിൻസ് ക്രീഡ് 1, എസിയോ ട്രിയോളജി, ഐ മീൻ ബ്രദർഹുഡ്, റെവലേഷൻസ് 2, ഇത് മൂന്നും, പിന്നെ അസാസിൻസ് ക്രീഡ് 3, ബ്ലാക്ക് ഫ്ലാഗ്, സ്ലീപ്പിംഗ് ഡോഗ്സ്, സ്കൈറിം, ഇതൊക്കെ പണ്ട് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് സ്റ്റാർട്ടിങ് മുതലിരുന്ന് കളിച്ച ഗെയിംസ് ആയിരിക്കും. ഇപ്പോൾ ഒക്കെ പഴയ ഗെയിംസെല്ലാം ഇരുന്ന് കളിക്കാമെന്ന് വെച്ച് ഇൻട്രസ്റ്റോടെ ഇൻസ്റ്റാൾ ചെയ്ത് ഇരിക്കുമ്പം നമുക്ക് പണ്ടത്തെ ആ ഒരു താല്പര്യത്തോടെ ഇരുന്ന് കളിക്കാൻ പറ്റൂല. അത് ഗെയിം പഴയതാന്ന് അത് വേറൊരു റീസൺ അവിടെ വച്ചാലും ഒരു മെയിൻ റീസണായിട്ട് വരുന്നത് ബ്രെയിനിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഡെത്ത് സ്ട്രാൻഡിങ്ങിൽ കിൽ സ്ട്രൈക്സ്, എൻഗേജിങ് ആയിട്ടുള്ള പ്ലേ സ്റ്റൈലും ഒന്നല്ല ഇല്ലത്. നമ്മൾ ജസ്റ്റ് ഒരു ഡെലിവറി കൈ കുറേ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നല്ലാണ്ട് നമ്മുടെ ബ്രെയിനിന് കൂടുതലൊന്നും അതിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ആ ഗെയിമിൻ്റെ ഭംഗി, ആർട്ട്, ഫിലോസഫി, ഇതൊന്നും നമ്മുടെ ബ്രെയിനിന് ഇപ്പോൾ വേണ്ട. വേഗം തോക്കെടുത്ത് വെടിവെച്ച് 10 പേരെ കൊന്നാലേ നമ്മൾക്ക് ആ ഗെയിമിൽ ഇരിക്കാൻ പറ്റൂ. 2025 നമ്മുടെ ഈ ജനറേഷന് പേഷ്യൻസ് എന്നത് വളരെ കുറവാണ്. ഇതിൻ്റെ ക്രെഡിറ്റ്സൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ്, യൂട്യൂബ് ഷോർട്സ്, ടിക്ടോക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും അങ്ങെടുത്ത് കൊടുക്കാം. മെയിൻ റീസൺസ് ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ കാരണം നമ്മുടെ ഇപ്പോഴത്തെ അറ്റൻഷൻ സ്പാൻ അത്രയും ഡാമേജായി കിടക്കുവാണ്. നമ്മുടെ ഫിംഗേഴ്സ് ഒരു 10 സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യില്ല. അപ്പോഴേക്ക് ഫോൺ എടുത്തൊരു 10 സെക്കൻഡ് ആകുമ്പോഴത്തേക്കന്നെ സ്വൈപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങും. റീൽസ് കാണുന്നുണ്ടെങ്കിൽ എത്ര പേരൊരു 1 മിനിറ്റിലെ റീൽ അല്ലെങ്കിൽ 50 സെക്കൻഡിലെ റീൽ കാണുന്നുണ്ട്? മാക്സിമം പോയൊരു 15 സെക്കൻഡിൽ 20 സെക്കൻഡ് ഇരുന്ന് കാണുന്നല്ലാണ്ട് വേറൊന്നും കൂടുതൽ നമുക്കില്ല. കാണും സ്വൈപ്പ് ചെയ്യും ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ഇപ്പം ഈ വീഡിയോ പോലും എത്ര പേര് ഫുൾ സ്ക്രീനിലിട്ട് നോർമൽ സ്പീഡിലിരുന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് കേൾക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും, സ്ക്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും, എൻ്റെ വീഡിയോൻ്റെ വോയിസ് മാത്രം കേൾക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഈ വീഡിയോ സ്ക്രീനിൽ വെച്ചിട്ട് വീഡിയോ 1.5 അല്ലെങ്കിൽ 2H സ്പീഡിൽ വെച്ചിട്ട് ഇരുന്ന് കാണുന്നുണ്ടാവും. ഇങ്ങനെയായിരിക്കും കൂടുതൽ പേര് ഇപ്പോൾ ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു അവസ്ഥയിലുണ്ടാകുമ്പോൾ നമുക്കെങ്ങനെയാണ് ഒരു 10 മിനിറ്റ് മഴയത്ത് കാർഗോ എടുത്ത് ക്ഷമയോടെ നടക്കാൻ പറ്റും? നമ്മുടെ ഡോപ്പമൈൻ സിസ്റ്റമിന് ഇപ്പോൾ ക്വിക്കായിട്ടുള്ള കട്ട്സ്, ഫ്ലാഷി റിവാർഡ്സ് ഒക്കെയാണ് വേണ്ടത്. മോസ്റ്റ് ഓഫ് ദ മൊബൈൽ ഗെയിംസിലെ മൈക്രോ ട്രാൻസാക്ഷൻ ഭയങ്കര ഫ്ലാഷി സ്റ്റൈലാണ് ഉണ്ടാവുക. ഈ ഫ്രീ ഫയർ, ഗൺഷിൻ ഇമ്പാക്റ്റ് ഒക്കെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. അവർ അതങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ കാരണം നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് ആ പ്രൊഡക്റ്റ് കിട്ടുന്നതിനേക്കാളും സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ബ്രെയിനിന് ആ സമയത്തുള്ള പ്രൊഡക്റ്റിൻ്റെ ആനിമേഷൻസും ആ ഒരു കളർഫുള്ളായിട്ട് വരുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് സാറ്റിസ്ഫാക്ഷൻ നൽകുക. ചില ആൾക്കാർ ഈ റെഡ് ഡെഡ് റിഡംപ്ഷൻ 2 ഒക്കെ സ്ലോ ആണ്, സ്റ്റാർട്ടിങ് തന്നെ ബോറടിച്ച് ഗെയിം നിർത്തിയെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ ഇതിനൊക്കെ ഒരു വലിയ എക്സാമ്പിളായിട്ട് മൂവീസും വെച്ച് നോക്കാം. ലാസ്റ്റ് ഇയർ ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ് മെയ്യഴകൻ. ഞാനത് തിയേറ്ററിൽ പോയിട്ട് കണ്ടായിരുന്നു. അതേപോലെ ഈ വർഷം ഇറങ്ങിയ ഒരു മൂവിയാണ് ഗുഡ് ബാഡ് അഗ്ലി, അതും ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടായിരുന്നു. മെയ്യഴകൻ സ്റ്റോറി ഇങ്ങനെ തുടങ്ങിയ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, ബാക്ക് സ്റ്റോറി, ലൊക്കേഷൻസ് ഒക്കെ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് തന്നെ ഗുഡ് ബാഡ് അഗ്ലിയിൽ നോക്കിയാൽ ലിറ്ററലി അതിൽ പറയാൻ വേണ്ടി കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ബോറടിച്ച് ഇരിക്കാനും നിൽക്കില്ല. കാരണം 10 മിനിറ്റിനൊരിക്കൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും 10 മിനിറ്റ് തൊട്ട് ഒരു 5 മിനിറ്റിനൊരിക്കൽ എന്തെങ്കിലും അതിനകത്ത് നടക്കുന്നുണ്ടാവും. റെഫറൻസോ പഴയ സോങ്ങോ ആക്ഷൻ സീക്വൻസോ എന്തെങ്കിലും ഒരു 5 മിനിറ്റിനൊരിക്കൽ അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് കാരണം നമ്മുടെ ബ്രെയിനൊന്ന് ആ ഒരു ഡോപ്പമൈൻ്റെ സിസ്റ്റം ഇങ്ങനെ ഡൗൺ ആവാൻ വിടുന്നില്ല ഇങ്ങനത്തെ ഒരു സ്റ്റൈലിൽ മൂവീസിലുണ്ട്. ഇപ്പം മെയ്യഴകൻ കാണുമ്പോൾ കൂടുതൽ പേരും OTT വന്നിട്ട് കണ്ടാണെങ്കിൽ പോലും ഒരു വലിയൊരു ശതമാനം ആൾക്കാർ ഈ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ട് കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് ആ ഒരു പടം ഇരുന്ന് കാണുന്ന ഭയങ്കര പാടാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്ക്. ആ ഒരു കാരണം കൊണ്ടാണ് പടം പൊട്ടിയത്, വേറൊരു കാര്യം. ആ ഒരു സ്റ്റൈലിലെ മൂവീസ് പോലും നമുക്ക് പിടിക്കുന്നില്ല. പിന്നെ ഗെയിംസ് എങ്ങനെ നമുക്കിരുന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ്? നമ്മുടെ ബ്രെയിന് വളരെ ഡാമേജ് ആയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വർക്കിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഫോൺ എടുത്താൽ, ഇപ്പോൾ ആരെങ്കിലും കോൾ ചെയ്യാനോ ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും റെഫറൻസ് നോക്കാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാനോ എടുത്താൽ, യൂട്യൂബ് എടുത്താൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളൊരു ഡീഫോൾട്ടായിട്ട് യൂട്യൂബ് എടുത്താൽ ഫസ്റ്റ് തന്നെ ഷോർട്സാണ് ഫ്രണ്ടിൽ വരുന്നത്. സപ്പോസ് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്ട് ഫസ്റ്റ് വന്നാൽ വർക്കിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി അതിങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകും. ആ ഷോർട്ട് ചെയ്യാനാകുമ്പോൾ ബാക്ക് അടിക്കാൻ നിൽക്കില്ല. അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. പിന്നെ ഒരു കണ്ണടച്ച് തുറന്ന് നോക്കുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. വർക്കിൻ്റെ ടൈം അത്രയും വേസ്റ്റ് ആയിട്ടുണ്ടാവും.
നെക്സ്റ്റ് ടൈം ഒരു മൂവിയോ അല്ലെങ്കിൽ ഗെയിം ഇതുപോലെ ബോറിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക, ശരിക്കും ഈ ഒരു സംഭവം ഇപ്പോൾ ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കൊണ്ടാണോ ഇത് ക്വിറ്റ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഫോൺ നോക്കാനുള്ള ടെൻഡൻസി കൊണ്ടാണോ എന്നുള്ള രീതിയിൽ. ഇത് ഞാനിപ്പം പറയുന്നുണ്ട് എന്നാണ് തന്ത വൈബ് എന്നുള്ള രീതിയിലൊക്കെ ചിലർക്ക് തോന്നാം. പക്ഷേ ഞാനും ഈ ജനറേഷനിൽ പെട്ട ഒരുത്തനാണ്. ഇത് കാരണം എനിക്കും പേഴ്സണലി കുറേ നെഗറ്റീവ്സ് വരുന്നുണ്ട്. ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റാണ്ട് ആ ബ്രെയിൻ അങ്ങനെ തന്നെ ആ ഒരു രീതിയിൽ ഇപ്പോൾ വർക്കാവുന്നത്, റീൽസ് കണ്ട് 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 ഷോർട്സ് കണ്ട് 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 ആ രീതിയിൽ. ഇതൊന്ന് കൺട്രോൾഡ് ആയിട്ട് വെച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങളൊന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും ലൈഫിൽ. ഇല്ലെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവീസ് ഗെയിംസ് പോലും നമുക്ക് നോക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു ആപ്പായാലും ശരി, ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അതിനകത്ത് കൂടുതൽ സമയം നമ്മൾ പിടിച്ചിരുത്താനേ നോക്കൂ. അപ്പം അത് നമ്മൾ ബ്രേക്ക് ചെയ്യണം. നമ്മൾ ആവശ്യത്തിന് യൂസ് ചെയ്യുന്നതല്ലാണ്ട് അതിൽ കൂടുതൽ അവരാ ഒരു കൺട്രോൾ നമ്മൾ പോകാൻ നിൽക്കരുത്. അങ്ങനെ പോയാൽ അത് മാത്രമല്ല, ആ ഒരു സമയം മാത്രം പോകുന്നതല്ലാണ്ട് ബ്രെയിനിന് ഇങ്ങനത്തെ ഡാമേജസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ ബേസിക്കായിട്ട് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ പോലും എഫക്റ്റ് ആവും ഈ രീതിയിൽ. ഇത് കാരണം നമ്മൾ ഡെയിലി ബേസിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും എഫക്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ രാവിലെ എണീച്ച പാടന്നെ ബെഡിൽ നിന്ന് തന്നെ ഫോൺ നോക്കുന്ന ശീലം കുറേ പേർക്കുണ്ട്. എന്നെയും ചേർത്തിട്ട് പറയാം, ഞാൻ രാവിലെ എണീച്ച പാടന്നെ ഫസ്റ്റ് ഫോൺ ഒരു അരമണിക്കൂർ 3/4 ബെഡിൽ നിന്ന് നോക്കും, എന്നിട്ടാണ് എണീക്കുന്നത്. അത് കഴിഞ്ഞ് ഒന്നും ഫോൺ യൂസ് ചെയ്യാറില്ല. ഞാൻ ചായലും കുടിച്ച് അത് കഴിഞ്ഞിട്ട് ലാപ്പിന് മുന്നിലിരിക്കാറാണ്. ഇപ്പോൾ കൂടുതൽ പേരെന്ന് വെച്ചാൽ ഫോൺ ആ സമയത്ത് നോക്കും, വാഷ്റൂമിൽ പോകുമ്പോൾ ഫോൺ നോക്കും, പല്ല് തേക്കുമ്പോൾ ഫോൺ നോക്കും. അതൊക്കെ അത്രയും അഡിക്റ്റീവായിട്ടുള്ളൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം ആ ഒരു സമയം പോകുന്ന മാത്രമല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എഫക്റ്റ് ആവുകയാണ്. സോ ഇതൊക്കെ ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരണം. എന്നാലേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ഗെയിംസോ ആർട്ടോ മൂവീസോ എന്താണെങ്കിലും നമുക്ക് ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റൂ. ഈ രീതിയിൽ പോയാൽ കുറച്ച് കഴിയുമ്പം ക്രാപ്പായിട്ടില്ല, ഷിറ്റി ആയിട്ടുള്ള മൂവീസും ഗെയിംസും മാത്രമേ വരാൻ നിൽക്കൂ. അല്ലാണ്ട് നമുക്ക് എൻജോയ് ഈ ഒരു ആർട്ട് സ്റ്റിക്കായിട്ടുള്ളൊരു പ്രൊഡക്ട്സ് നമുക്ക് പിന്നെ എൻ്റർടൈൻമെൻറ്റ് മീഡിയയിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കിട്ടാണ്ടായിപ്പോൾ ഈ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്നാൽ. സോ ഇതുപോലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ ഫോൺ നോക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ കാരണം ഈ മൂവീസോ അല്ലെങ്കിൽ ഗെയിംസോ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ഫോൺ നോക്കിയാൽ, അല്ലെങ്കിൽ ഇപ്പം വീട്ടിൽ ടി വി കാണുമ്പോൾ പോലും ടി വിയിൽ ഫോക്കസ് ചെയ്തിരിക്കില്ല, ഫോൺ ഒരു ഭാഗത്ത് ഇപ്പുറത്തെ കയ്യിൽ ഫോൺ ഉണ്ടാവും, അപ്പുറത്തെ ടി വി നോക്കും. ഇങ്ങനത്തെ രീതിയിലുണ്ട് അധികാരം പറയാത്തൊരു കാര്യം. ഇതൊക്കെ ബേസിക്കായിട്ട് ടി വി നോക്കുന്ന മൂവീസ് നോക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യുന്ന ബേസിക്കായിട്ട് ആൾക്കാർ പറയുന്നതാണ്. പക്ഷേ ഗെയിംസിൽ ഈ ഒരു കാര്യം എഫക്റ്റ് ആവുന്നതിനെക്കുറിച്ച് അധികാരം സംസാരിച്ച് ഞാൻ കണ്ടില്ല. ഞാൻ കുറച്ച് ദിവസമായി ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ഡെത്ത് സ്ട്രാൻഡിങ് സെക്കൻഡ് പാർട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറേ പേര് ഇങ്ങനെ ആ ഒരു ഗെയിമിനെ കളിയാക്കുന്നവരെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് ഗെയിം ഇഷ്ടമല്ലാണ്ട് ചെയ്യുന്നവരുണ്ട് ഒരു ഭാഗത്ത്. ഇപ്പുറത്തെ ഭാഗത്ത് നോക്കിയാൽ ഇങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലുള്ളത്. അവർക്ക് അതൊന്നും ആ ഒരു അറ്റൻഷൻ സ്പാൻ തീരെ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അതൊന്നും ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഗെയിം. സോ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കമൻസിൽ മെൻഷൻ ചെയ്യൂ. സോ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ പറയാൻ ഉദ്ദേശിച്ചത്. സോ ഞാൻ ഈ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറെ നല്ല വീഡിയോ കാണുന്ന ഒരു ഇങ്ങോട്ട് വെച്ചു ഫ്രം ഗെയിമിംഗ് ഫ്രണ്ട്സ്. പീസ് ഔട്ട്.